നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വന്ദേ ഭാരത് ഉദ്ഘാടനയോട്ടത്തിലെ ഗണഗീത വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുട്ടികൾ ചൊല്ലിയത് തീവ്രവാദ ഗാനമല്ല, ഗണഗീതം ആലപിച്ചത് ആഘോഷത്തിൻ്റെ ഭാഗമായി. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ എത്തിക്കണമെങ്കിൽ റെയിൽപാത ഇരട്ടിപ്പിക്കാൻ വേഗത്തിൽ ആക്കണമെന്നും സുരേഷ് ഗോപി. റെയിൽവേ RSSന്റെ തറവാട്ട് വകയിലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. RSS തീവ്രവാദ സംഘടന തന്നെയെന്നും മന്ത്രി. അട്ടപ്പാടിയിൽ വീടിൻ്റെ ചുമരിടിഞ്ഞ് കുട്ടികൾ മരിച്ച ദൗർഭാഗ്യകരമായ സംഭവം സർക്കാർ വീഴ്ച തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലുള്ളത് പുറമേനി നടിക്കുന്ന സർക്കാർ. അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ മന്ത്രിമാർ അട്ടപ്പാടി സന്ദർശിക്കണമെന്നും VD സതീശൻ. ആരോഗ്യ കേരളം വെണ്ടേറ്ററില്ലെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട് ചിറ്റൂർ റോഡിൽ കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അതിലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അപകടം ദുഃഖകരമെന്നും മന്ത്രി. ചിറ്റൂർ റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞ് 3 യുവാക്കൾ മരിച്ചത് കഴിഞ്ഞ രാത്രി 11 മണിക്ക്. വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം. ഇരു പ്രദേശങ്ങളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിൻ്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം സജീവം. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്താൻ ഉപയോഗിച്ച മിനി ലോറി പിടിച്ചെടുത്ത് ചെറുതുരുത്തി പോലീസ്. വാഹനം പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ഷൊർണൂർ കവളപ്പാറ ആറാണി ഐക്കോൺസ് പാതയിലെ കാരക്കാട് തോട്ടുപാലം തകർച്ചാ ഭീഷണി എന്ന പരാതി. പാലത്തിന് മുകളിൽ രൂപപ്പെട്ട ഗർത്തം സുഗമമായ വാഹനഗതാഗതത്തിന് തടസ്സമായി. അപകടമുണ്ടാകും മുമ്പ് അധികാരികൾ സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതിയ ബംഗളൂരു കൊച്ചി വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനയോട്ടത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ RSS ഗണഗീതം ചൊല്ലിയതിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തീവ്രവാദ ഗാനമല്ലല്ലോ ചൊല്ലിയതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ എത്തിക്കണമെങ്കിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ വേഗത്തിലാക്കണമെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായാണ് വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം ചൊല്ലിയത്. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അവർ അത് ചെയ്തു. തീവ്രവാദ ഗാനമൊന്നുമല്ലല്ലോ ചൊല്ലിയതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സെലിബ്രേഷനാണ്. ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. അവർക്ക് അന്നേരം അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ, അല്ലേ? പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു മോഡേൺ കോളനിയാണ്, അതുപോലെ തന്നെ പാടുക്കാട്, അല്ലേ? പാടുക്കാട് കോളനി. ഈ 2 കോളനിയിലും പോയി എൻ്റെ ഹൃദയം ഉടഞ്ഞു പോയ ഒരു വിവരശേഖരണമാണ് എനിക്ക് ലഭിച്ചത്. വളരെ അപകടകരമായ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അടക്കം ആ സമൂഹത്തെ കഴിഞ്ഞ 70 വർഷമായിട്ട് പടുകുഴിയിൽ വാഴാൻ വിധിക്കപ്പെട്ട ഒരു ജനതയായിട്ട് അവശേഷിപ്പിക്കുകയാണ്. ട്രാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ സാധ്യമാകുന്നില്ല. വന്ദേ ഭാരതിന്റെ വരവ് വലിയ ആഘോഷമാണെന്നും തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരുന്നത് നല്ല കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു ട്രെയിൻ അധികം എന്ന് പറഞ്ഞതിനകത്ത് കേരളത്തിൽ ട്രാക്കുകളുടെ അപര്യാപ്തത കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന്, എനിക്കറിയാം 2001 മുതൽ ഒരുപക്ഷെ എനിക്ക് ബംഗളൂരുവുമായി അവിടുത്തെ മലയാളി സമൂഹവുമായുള്ള ഒരു അടുപ്പത്തിൻ്റെ പുറത്ത് മുരളി അടക്കമുള്ള അവിടുത്തെ സംഘടനകളുടെ നേതാക്കൾ എത്രയോ പേര് വന്നിരിക്കുന്നു. അന്ന് മന്ത്രിയായിരുന്ന DK ശിവകുമാർ സാറിനോടൊക്കെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അശോക് BJPയുടെ ഒരുപാട് പേരുമായി സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അത് സാധ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഗവർണൻസിൻ്റെ ഭാഗമാകുമ്പോൾ, യൂണിയൻ കൗൺസിലിൽ ഒരു മിനിസ്റ്ററായിരിക്കുമ്പോൾ വിവിധങ്ങളായ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓറിയൻറ്റേഷനിൽ വരാതെ, നമ്മുടെ ഒരു ബേസിക് മെമ്മറിയിൽ വരാത്തത് കൊണ്ട് പലതും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. റെയിൽവേ RSSന്റെ തറവാട്ട് വകയിലെന്ന് മന്ത്രി ആർ ബിന്ദു. വന്ദേ ഭാരതിലെ ഗണഗീത വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. RSS തീവ്രവാദ സംഘടനയാണെന്നും മന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. ഔദ്യോഗിക പരിപാടിയിൽ ഗണഗീതം പാടിയത് ശരിയായ നടപടിയായില്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ല. RSS തീവ്രവാദ സംഘടനയാണ്. ഫാസിസ്റ്റ് നടപടിയുടെ ഭാഗമാണ് ഗണഗീതാലാപനം. വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചു.
സ്കൂൾ അധികാരികൾ ഉത്തരവാദിത്തം പറയണമെന്നും ആർ ബിന്ദു ആവശ്യപ്പെട്ടു. പരിപാടി സംഘടിപ്പിച്ച റെയിൽവേയും മറുപടി നൽകണം. വിദ്യാർത്ഥികൾ വേട്ടയാടപ്പെടേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികളെ കൊണ്ട് പാടിച്ചതാണല്ലോ സ്കൂൾ അധികാരികൾ. അവർ തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. സ്കൂൾ അധികാരികളെക്കാൾ കൂടുതലായിട്ട് ആ ചടങ്ങ് സംഘടിപ്പിച്ചവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഔദ്യോഗിക ചടങ്ങിലാണ് അത് പാടിയതെങ്കിൽ ആ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിച്ചവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാട്ടാണോ പാടേണ്ടത്? റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ടുവകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് VCക്കും രജിസ്ട്രാർക്കും കത്ത് നൽകിയെന്നും മന്ത്രി പറഞ്ഞു. MPhilന് ഗൈഡായി പ്രവർത്തിച്ചുകൊണ്ട് ആ പ്രവൃത്തി സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെയാണ് ഇപ്രകാരം ജാതി അധിക്ഷേപം നടത്തി ഈ കുട്ടിക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞത്. അത് വലിയൊരു വിരോധാഭാസമാണ്. അങ്ങനെ ആ വിദ്യാർത്ഥി അറിവില്ലാത്ത ആളാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ തയ്യാറാക്കിയ ഡിസർട്ടേഷൻ അവർ സാക്ഷ്യപ്പെടുത്തി? അപ്പോൾ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഞാൻ ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും ഡോക്ടർ ആർ ബിന്ദു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അട്ടപ്പാടിയിൽ വീടിന്റെ ചുമരിടിഞ്ഞ് കുട്ടികൾ മരിച്ച് ദൗർഭാഗ്യകരമായ സംഭവം സർക്കാർ വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലുള്ളത് പുറമേനി നടിക്കുന്ന സർക്കാരാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും പ്രതിപക്ഷ നേതാവ് തൃശൂരിൽ ആരോപിച്ചു. അതിദാരിദ്ര്യർ ഇല്ലെന്ന് പറയുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരമായ സംഭവമാണ് അട്ടപ്പാടിയിൽ നടന്നത്. സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് അമ്മ പറയുന്നുണ്ട്. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് എല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രത ഇല്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലേക്ക് കാണാൻ പറയാം മന്ത്രിമാരോട്. കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേര്. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവരുടെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ, അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗി സംഭവത്തിൽ സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പറഞ്ഞല്ലോ, അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. നിരന്തരമായി സിസ്റ്റത്തിൽ ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് രണ്ടും കൂടി മൂല്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചില്ലേ, കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ചിറ്റൂർ റോഡിൽ 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. അപകടമേറെ ദുഃഖകരമാണെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ രാത്രി 11 മണിക്കാണ് ചിറ്റൂർ റോഡിൽ കനാൽ പാലത്തിന് സമീപം അപകടമുണ്ടായത്. ചിറ്റൂർ റോഡിൽ കനാൽ പാലത്തിന് സമീപം കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം വിട്ട കാർ മയിൽക്കുറ്റിയിലും മരത്തിലും ഇടിച്ച് പാടത്തേക്ക് മറിഞ്ഞുവെന്നാണ് ആദ്യം പുറത്തുവന്ന സൂചനകൾ. എന്നാൽ പന്നിയുടെ ആക്രമണത്തിലല്ല കാർ മറഞ്ഞതെന്ന വിശദീകരണവുമായി വനം മന്ത്രി രംഗത്ത് വന്നു. ചിറ്റൂർ റോഡിൽ രാത്രി 11 മണിയോടുകൂടിയാണ് അപകടത്തെ തുടർന്ന് കാറിൽ സഞ്ചരിച്ചിരുന്ന 3 പേർ മരിക്കാനിടയായത്. അത് ദുഃഖകരമായ, വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെ ഇപ്പം വന്നിട്ടുള്ളത്, ഇവിടെ ഇപ്പം നിങ്ങൾ ചോദിച്ചതുപോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്.
പക്ഷെ കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയുള്ളൂ. ഇപ്പോൾ എടുത്തയാടി ഇപ്പോൾ തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമായിരിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത്. അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ്. അതേസമയത്ത് തന്നെ പരിക്ക് പറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒരു കാറിൽ 6 പേരെ ഉണ്ടായിരുന്നെന്ന് പ്രാഥമിക വിവരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് കൃത്യമായി കൊള്ളണമെന്നില്ല, നമ്പറല്ല പ്രശ്നം. അപകടം ഉണ്ടായി എന്നുള്ളതും 3 പേർ മരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം. അതേതായാലും കൃത്യമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായ തീരുമാനമാണ് വനംവകുപ്പ് കൈക്കൊള്ളുക. അങ്ങനെ വന്യജീവി ആക്രമണം മൂലമാണ് സംഭവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. രാത്രി 11 മണിയോടെ ഉണ്ടായ അപകടത്തിൽ സുഹൃത്തുക്കളായ 3 യുവാക്കളാണ് തൽക്ഷണം മരിച്ചത്. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് നൂറടി റോഡ് രഞ്ജിത്തിൻ്റെ മകൻ 24 വയസ്സുള്ള റോഹൻ, നൂറണി സ്വദേശി സന്തോഷിൻ്റെ മകൻ 22 വയസ്സുള്ള റോഹൻ സന്തോഷ്, യാക്കര സ്വദേശി ശാന്തകുമാറിൻ്റെ മകൻ 19 വയസ്സുള്ള സനൂഷ് എന്നിവരാണ് മരിച്ചത്. ഇവർ കാറിൻ്റെ പിൻസീറ്റിലാണ് ഇരുന്നിരുന്നത്. കാർ ഓടിച്ചിരുന്ന ചന്ദ്രനഗർ സ്വദേശി 23 വയസ്സുള്ള ആദിത്യൻ, യാക്കര സ്വദേശി 24 വയസ്സുള്ള ഋഷി, നെന്മാറ സ്വദേശി 21 വയസ്സുള്ള ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സുഹൃത്തുക്കളായ 6 പേരും ആഴ്ചാവസാനം പാലക്കാട്ടെത്തി യാത്ര പോകുന്നത് പതിവാണ്. ഇങ്ങനെ പോയി മടങ്ങുന്നതിനിടയിലാണ് അപകടം. കുറുകെ ചാടിയ പന്നിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ആദ്യം റോഡരികിലെ മയിൽക്കുറ്റിയിലും സമീപത്തെ മരത്തിലും ഇടിച്ച് താഴെയുള്ള പാറത്തേക്ക് മറിഞ്ഞതെന്നാണ് ആദ്യം ലഭ്യമായ വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ വാഹനം തകർന്നു. വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന 6 പേരെയും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത്. അപകടം അതീവ ദുഃഖകരമാണെന്ന് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്തുന്ന മിനി ലോറി ചെറുതുരുത്തി പോലീസ് പിടികൂടി. ഡ്രൈവറും കൂട്ടാളികളും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ദേശമംഗലം കൊണവള്ളിക്കടവ് പുഴക്കടവിൽ നിന്നാണ് മണൽ കയറ്റി കൊണ്ടുപോകുന്ന ലോറി പിടികൂടിയത്. പോലീസിനെ കണ്ടതോടെ വണ്ടി ഉപേക്ഷിച്ച് ഡ്രൈവറും മറ്റു സഹായികളും പുഴയിലെ പൊന്തക്കാട്ടിലേക്ക് ഓടിയൊളിച്ചു. പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസ് സംഘം വണ്ടി കൊണ്ടുവരികയായിരുന്നു. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ദേശമംഗലത്ത് നിന്ന് മണൽ ലോറിയും ഡ്രൈവറെയും പിടികൂടിയിരുന്നു. SI നിഖിൽ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ് തുടങ്ങിയവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും ഒരേ സമയം കാട്ടാനകളുടെ വിളയാട്ടം. ജനവാസ മേഖലയിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. വടക്കാഞ്ചേരി, ചേലക്കര എന്നിവിടങ്ങളിലെ ജനവാസ മേഖലകളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതാണ് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേനയെ വലച്ചത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ നായാടി ഉന്നതിയിലും കോക്കാരിക്കുന്നിലും വടക്കാഞ്ചേരി അകമലയിലെ കുഴിയോടുമാണ് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഒരേ സമയം ഇറങ്ങിയത്. അധികം സമയവ്യത്യാസമില്ലാതെ 3 ഇടത്തും ആനകളെത്തിയത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ RRTയെ ഏറെ ബുദ്ധിമുട്ടിച്ചു. ഒടുവിൽ RRT സംഘം പടക്കം പൊട്ടിച്ച് ആനകളെ കാടുകയറ്റുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി ആനകൾ നാട്ടിലിറങ്ങുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. 1-2 വർഷത്തോളമായി ഈ മേഖലകളിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് പ്രദേശത്തെ വനമൃഗശല്യം വർദ്ധിച്ചതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. വനത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ആലോചിക്കേണ്ടതിലേക്കാണ് കുതിരാൻ സംഭവം ശ്രദ്ധ ക്ഷണിക്കുന്നതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി തുരങ്കങ്ങൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. ഗൗരവത്തോടെ ഇതിനെപ്പറ്റി ആലോചിക്കണമെന്നും കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് വന്യമൃഗശല്യം വർദ്ധിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുതിരാൻ തുരങ്കം വന്നതിന് ശേഷമാണ് ഇത് മൂർച്ഛിച്ചതെന്നാണ്. അപ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കാനന മധ്യത്തിലൂടെ പാതകളും തുരങ്കങ്ങളും ഉണ്ടാക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്നാലോചിക്കേണ്ട ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കുതിരാൻ സംഭവം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഗൗരവത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. റോഡുകളുടെ ആവശ്യം വരുമ്പോൾ സമ്മർദ്ദം ചെലുത്തി സ്ഥലം വാങ്ങി റോഡുകൾ ഉണ്ടാക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ മുന്നറിയിപ്പുകളെ വല്ലാതെ ബാധിക്കുന്ന വിധത്തിൽ അത് വരുമ്പോൾ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമാണ് ആദ്യമായി മുമ്പിൽ വരുന്നത്. ആ ബോധവൽക്കരണം നിങ്ങളെ ഭാഗത്ത് നിന്ന് ആരംഭിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം അപേക്ഷിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ആറണി ഐക്കോൺസ് പാതയിലെ കാരക്കാട് തോട്ടുപാലം തകർച്ചാ ഭീഷണിയിൽ. പാലത്തിന് മുകളിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾക്ക് ശരിയായ രീതിയിൽ കടന്നുപോകാൻ സാധ്യമല്ലാതെയായി. ഉടൻ സത്വര നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ മറ്റൊരു പ്രധാന പാത കൂടിയാണ് ആറാണി ഐക്കോൺസ് റോഡ്. നിരവധി പേർ യാത്രാ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത്. അതേസമയം പാതയ്ക്ക് കുറുകെയുള്ള കാരക്കാട് തോട്ടുപാലം ഇപ്പോൾ തകർച്ച ഭീഷണിയിലാണ്. 4.5 മാസത്തോളമായത്രേ തോട്ടുപാലത്തിന് തകർച്ച തുടങ്ങിയിട്ട്. അടിവശത്തെ കരിങ്കൽ ഭിത്തി കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് തകർന്നിട്ടുണ്ട്. ഇതോടെ പാതയ്ക്ക് മുകളിൽ ഗർത്തം രൂപപ്പെട്ടു തുടങ്ങി. ഇപ്പോഴാകട്ടെ വലിയ ഗർത്തമായി മാറിയിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന ഐക്കോൺസിലേക്കുള്ള പാതയാണിത്. തകർച്ച നേരിട്ടതിനെ തുടർന്ന് ശരിയായ രീതിയിൽ ഇതിലൂടെ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ഐക്കോൺസിലേക്ക് എത്താൻ മറ്റു വഴികളാണ് പലരും ആശ്രയിക്കുന്നത്. തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് BJP 9ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാലത്തിൻ്റെ ദുരവസ്ഥ നഗരസഭാ അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകണമെന്നും BJP കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, OBC മോർച്ച ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറാണി എന്നിവർ ആവശ്യപ്പെട്ടു. 4 മാസക്കാലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ കൊടുക്കുന്ന ഐക്കോൺസ് റോഡിലേക്ക് പോകുന്ന 100 കണക്കിന് കുട്ടികളുള്ള യാത്ര ചെയ്യുന്ന പാതയാണിത്. ഈ പാതയുടെ അവസ്ഥ ഇങ്ങനെയാണ്. 4 മാസത്തിൽ മേലെയായി കുട്ടികൾക്ക് പോകാനോ വരുവാനോ ഒന്നിനും പറ്റുന്നില്ല. യാത്ര തിരിച്ച് വേറെ വഴിയിലൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ്. കിലോമീറ്ററുകൾ ചുറ്റി ഐക്കോൺസിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണിത്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി നിരവധി പേര് യാത്ര ചെയ്യുന്ന ഈ റോഡ് 4 മാസത്തോളമായി ഈ അവസ്ഥയിൽ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് പറയുന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റി ഈ ഒരു ദുരവസ്ഥ കണ്ടില്ല എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടവുമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇത് യാത്രായോഗ്യമാക്കി മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കുളപ്പള്ളി ഏരിയ അധികാരികളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധ പ്രകടനം ഇനി ഈ റോഡ് പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിശാഖ, ശ്രീജിത്ത് തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സത്വര നടപടികൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരപരിപാടികൾ ആലോചിക്കുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ PM അഷ്റഫിൻ്റെ മാതാവ് പാത്തുമ്മ എന്നിവരുടെ മരണാനന്തര സഹായമായി സംഘടന 5 ലക്ഷം രൂപീകരിച്ച് സ്വരൂപിച്ച് കൈമാറി. പാത്തുമ്മയുടെ വീട്ടിൽ വച്ച് നടന്ന ചടങ്ങ് KVS ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് E ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരാളുടെ മരണത്തിൻ്റെ വ്യാപ്തി അളക്കാൻ മറ്റുള്ളതിനൊന്നിനും ഒരു സാമ്പത്തികത്തിനും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിയാതിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സംഘടനയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച് നടപ്പിലാക്കിയ ബെനവലന്റ് സൊസൈറ്റിയിലൂടെ നടപ്പിലാക്കിയ ഭദ്രം പ്ലസ് പദ്ധതികളിൽ ആ മരണപ്പെട്ട കുടുംബത്തിൻ്റെ ആശ്രിതർക്ക്
വലിയൊരു തുക സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. ആദ്യത്തിൽ ബെനവലന്റ് സൊസൈറ്റിയിൽ ഒരംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ തുടക്കം. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പുതിയ മെമ്പർഷിപ്പ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ദേശമംഗലം യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് ആ പൈസ മേടിച്ചിട്ടുള്ളത്. TP സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട് നമ്മളവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതിനുശേഷം രൂപീകൃതമായതാണ് വളരെ ഭാവന സ്വാതന്ത്ര്യത്തോടുകൂടി, വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഭദ്രം. ഒരു വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭദ്രം പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത്. തുടക്കത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കരമായ ആശങ്ക ഉണ്ടായിരുന്നു, ഇത് നടപ്പിലാവുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൊടുക്കുക എന്നുള്ള ഒരു ആശങ്ക നമ്മളെ എവർക്കും തന്നെ ഉണ്ടായിരുന്നു, പൊതുവെ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ 2022 തുടങ്ങി വെച്ച ആ പദ്ധതി ഇന്ന് 2025 അവസാനിക്കുമ്പോൾ ഏതാണ്ട് 4 വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ 4 വർഷത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഭദ്രം പ്ലസും പദ്ധതികളിൽ കൂടി ഏതാണ്ട് 65 കോടിയിൽ പരം രൂപ ഈ രീതിയിലുള്ള മരണാനന്തര കുടുംബ സഹായമായി കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യാപാരി സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനയുടെ കെട്ടുറപ്പും അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നതുമാണ്. അതിനേക്കാട്ടിലുപരിയായി ഞാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലയിലെ ഒരു മെമ്പറാണ് എന്ന് പറയാനുള്ള അഭിമാനം, ആ അഭിമാനബോധം ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഭദ്രം പദ്ധതി പോലെ തന്നെയാണ് ഭദ്രം പ്ലസ്. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ അഷ്റഫിനോട് നമ്മുടെ ജനറൽ സെക്രട്ടറി സുരേഷ് വളരെ വളരെ നിർബന്ധപൂർവം ഒരുപാട് പ്രാവശ്യം പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ പദ്ധതിയിൽ അംഗമായത്. അതെന്തുകൊണ്ടാണ് അത്ര നിർബന്ധിക്കേണ്ടി വന്നതെന്നുള്ളത് ഇപ്പോഴും ആൾക്കാരോട് നമ്മൾ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിർബന്ധത്തിന് അവസാനം വഴങ്ങിയിട്ടാണ് അഷ്റഫിന്റെ ഭാര്യയും അഷ്റഫിന്റെ ഉമ്മയും ഈ പദ്ധതിയിൽ അംഗങ്ങളായത്. എന്താണെങ്കിലും അഷ്റഫിന്റെ നിർഭാഗ്യവശാൽ അഷ്റഫിന്റെ ഉമ്മാക്ക് അതിനുശേഷം രോഗബാധിതയായി. ആ രോഗത്തിന് നമ്മളൊരു ചികിത്സാ സഹായം ആവശ്യപ്പെട്ടു. അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ട് ഇന്നേക്ക് 1 മാസം കഴിഞ്ഞ് 2 മാസം ആവാറാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളുടെ മരണാനന്തര സഹായമായ 5 ലക്ഷം രൂപയിൽ 50,000 രൂപ ചികിത്സാ സഹായം കൊടുത്ത് കഴിച്ച് ബാക്കിയുള്ള 4.5 ലക്ഷം രൂപയും അതിൻ്റെ കൂടെ അതിൽ അഡ്വാൻസായിട്ട് നിന്നിരുന്ന 250 രൂപയും ചേർത്ത് 4,50,250 രൂപയുടെ ചെക്കാണ് നമുക്ക് കൈമാറാൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ജീവിതത്തോടൊപ്പവും ജീവിതത്തിന് ശേഷവും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഏക സംഘടന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന വ്യാപാരി സംഘടന മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ട്രഷറർ പി നന്ദബുദ്ധികുമാർ, വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹിമാൻ, ജോയിന്റ് സെക്രട്ടറി CH മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK വാസു, VM ഷാനവാസ്, അംഗങ്ങളായ TK സജീവ്, PM അഷറഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റ് 8ാം വാർഷിക സമ്മേളനം തത്തങ്കോട് നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആദരിക്കലും ഉണ്ടായിരുന്നു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റ് 8ാം വാർഡ് തത്തങ്കോട് നരസിംഹമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. ഫോറം ജില്ലാ പ്രസിഡന്റ് A. രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ. കാരണം അവർക്ക് നാളെ ഈ ഒരു അനുഭവം വരും. നമ്മളെന്താ പറയണം, വയസ്സായിട്ടുണ്ടെങ്കിലും ശരി, സാമ്പത്തികമായിട്ടും മനസ്സന്തോഷത്തോടുകൂടി സമാധാനമായിട്ടും ഉടുക്കാനും ഉണ്ണാനും ഉറങ്ങാനുള്ള ഒരു സൗകര്യത്തോടുകൂടി വയസ്സാവണം എന്നുള്ളതാണ്. ഇത് നടത്തി തരണമെങ്കിൽ നമ്മളെന്താ വെച്ചാൽ അതായത് മുനിസിപ്പാലിറ്റി ആയാലും ശരി, തദ്ദേശ സ്വയംഭരണ വകുപ്പായാലും ശരി,
അവിടെയുള്ള പ്രവർത്തകർ കൂടി മനസ്സിലാക്കണം. യൂണിറ്റ് പ്രസിഡന്റ് കാലടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം അഡീഷണൽ സബ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PM ജയ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോ അതിനിടയിൽ എവിടെയോ നമ്മുടെ ധാർമ്മികതയ്ക്ക് കുറച്ച് മങ്ങലേറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോഴാണ് ഈ മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയൊക്കെ നോക്കി സംരക്ഷിക്കണമെന്ന് നിയമമായി തന്നെ വേണം എന്നൊരു ആവശ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 2007 കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു നിയമം പാസാക്കി മുതിർന്ന പൗരന്മാർക്കും മാതാപിതാക്കൾക്കുമുള്ള സംരക്ഷണവും വെൽഫെയറും ഉണ്ടെന്ന്. ആ ആക്ടിന്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും എന്നാണ് അതിൽ പറയുന്നത്. അതായത് മാതാപിതാക്കൾ മാത്രമല്ല, മുതിർന്ന പൗരന്മാരും അതിൽ ഉൾപ്പെടുന്നു. അവരുടെ സംരക്ഷണവും വെൽഫെയറും ഉണ്ട്. അപ്പൊ സംരക്ഷിക്കൽ മാത്രമല്ല, അവരുടെ വെൽഫെയർ കൂടെ നിയമപരമായ ബാധ്യതയായി ആ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. 10ാം വാർഡ് കൗൺസിലർ സൗമ്യ, 11ാം വാർഡ് കൗൺസിലർ T സീന, ഫോറം ജില്ലാ സെക്രട്ടറി TN ശ്രീനിവാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MN മോഹനൻ, ഗോപിനാഥൻ, സുരേഷ് നായർ, രവീന്ദ്രനാഥ്, ഉണ്ണിയയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്നവരായ വിവിധ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. നിർമ്മാണം പൂർത്തീകരിച്ച മങ്കര ഗ്രാമപഞ്ചായത്ത് അരങ്ങാട്ട് കല്ലൂർ പള്ളി ഖബർസ്ഥാൻ റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ തുകയാണ് പഞ്ചായത്തുകൾക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് ഗവൺമെന്റിൽ നിന്നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചുരുങ്ങിയ പൈസയും പരാതികളുമാവുമ്പോൾ അത് പരിഹരിക്കുന്നതിന് മുൻതൂക്കം കൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. തൂക്കം പള്ളിക്കാട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞാൽ എല്ലാവരും പോണത് അങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആളുടെ എണ്ണം നോക്കിയിട്ടല്ല നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഖബർ പള്ളിയിലേക്ക് ശ്മശാനത്തിലേക്ക് എടുത്തിട്ട് പോകുമ്പോൾ നല്ലൊരു വഴിയിലൂടെ അവരെ യാത്രയയക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നതിൻ്റെ ഭാഗം കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ആർക്കുണ്ടാവും? എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല, ദൈവം ഒന്നാണ്. ഓരോരുത്തർ അതിനെ കൃഷ്ണൻ വിളിക്കുന്നു, ചിലർ അള്ളാഹു എന്ന് വിളിക്കുന്നു, ചിലർ ക്രിസ്തു എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്ത് വിളിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ ഈ പള്ളി ഖബർസ്ഥാൻ റോഡ് എന്നാണ് ഇതിനുള്ള പേര് തന്നെ. ഇപ്പം 2 ഘട്ടമായിട്ടാണ് ഇതിപ്പോൾ അതുവരെ എത്തിയേർക്കുന്നത്. ഇനി ഒരു 100 മീറ്റർ കൂടി ഇപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ വിമാനത്തിൻ്റെ റൺവേ പോയി കിടക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് റോഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാലൊന്ന് കൃത്യമായിട്ട് ഒഴിഞ്ഞ് വിടാനുള്ള ഒരു സംവിധാനം കൂടി അതിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പല സ്ഥലത്തും ഇത് വെള്ളം കെട്ടി നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ഇത് ബുദ്ധിമുട്ട്. MGNRGSൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വാർഡംഗം ME രവേഷ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിത്തു പ്രസാദ്, AM ബഷീർ, KK അലി, അരങ്ങാട്ട് നാസർ, PM അപ്പുക്കുട്ടൻ, KK റഹ്മാൻ, N അച്യുതൻകുട്ടി, PA രാജേഷ്, KC കാർത്തിയായനി, വസന്ത, രാധാമണി, ശില്പ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ ADS, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സ്നേഹവിരുന്നൊരുക്കി പഞ്ചായത്ത് അംഗം ഷെഫീന നജീബ്. സ്വന്തം വാർഡിലെ 100 പേർക്കാണ് ഇത്തരമൊരു വിരുന്ന് ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭരണസമിതി നമ്മളെ അധികാരമേൽക്കുന്നതും ഷെഫീന നിങ്ങളുടെ ഈ വാർഡിന്റെ മെമ്പർ ആവുന്നതും 14 വാർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 4ാം വാർഡിലായിരിക്കും ഞാൻ പരിപാടികൾക്കാണെങ്കിലും അതായത് അവർ വിളിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒപ്പം ഓടിയെത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. അതെന്താണെന്ന് പറഞ്ഞപ്പോൾ ഷെഫീന പറഞ്ഞല്ലോ, ഷെഫീന ഒരു മെമ്പറായിട്ട് വരുമ്പോൾ അവൾക്ക് ഓരോ വ്യക്തികളെ പോലും അറിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർഡിൽ മെമ്പർ എന്നുള്ള നിലയിൽ. അപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോഴും അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലല്ല, ഒരു ചേച്ചി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയാറുണ്ടായിരുന്നു. പിന്നെ ഞാനെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഒരു 5 വർഷം മെമ്പറായിരുന്നത് കൊണ്ട് ചെറിയൊരു പരിചയം ഉണ്ട് എന്നുള്ളത് അവർക്കുള്ള തോന്നലാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയം ഉണ്ടാവാം എന്നുള്ളത് കൊണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ഷെഫീന നമ്മളോട് പറയാറുണ്ട്. നജീബാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ ഈ വാർഡിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിന് വരുമ്പോഴും ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പോലെ ഇങ്ങനെ പറയും, പക്ഷെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ അടുത്ത് നല്ല സ്നേഹത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. 5 വർഷത്തെ അനുഭവങ്ങൾ അംഗങ്ങൾ പങ്കുവച്ചു. കേക്ക് മുറിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും യോഗം അവസാനിച്ചു.
ഷഫീന നജീബിന് ADS അംഗങ്ങൾ ഉപഹാരം നൽകി. SJN നജീബ് സ്വാഗതവും CDS അംഗം ഷൈനി കണ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയും മറ്റു വിശേഷാൽ ചടങ്ങുകളും നടന്നു. ഞായറാഴ്ച നടന്ന ഉദയാസ്തമന പൂജയിലും തുടർന്ന് നടന്ന അന്നദാനത്തിലുമായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാരക്കാട് ശ്രീ മഹാഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ ഉദയാസ്തമന പൂജയും ശ്രീഭൂതബലിയും ഭക്തി ആദരപൂർവ്വം നടന്നു. രാവിലെ 5-ന് മഹാഗണപതി ഹോമം, ഗായത്രി ഹോമം, സൂര്യഹോമം എന്നിവയ്ക്ക് ശേഷമായിരുന്നു ഉദയാസ്തമന പൂജ നടന്നത്. തുടർന്ന് ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വിശേഷാൽ പൂജകളിലും അന്നദാനത്തിലുമായി നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവയുമുണ്ടായി. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും മറ്റു വിശേഷാൽ ചടങ്ങുകളും നടന്നിരുന്നു. 2 ദിവസം നടന്ന ചടങ്ങുകൾക്ക് ഞായറാഴ്ച സമാപനമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര മനക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ നോട്ടീസ് പ്രകാശനവും കാവിൻ്റെ മാതൃകാ പ്രകാശനവും നടന്നു. 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ കാവിലെ പൂജാരി മുരളീധരൻ ഇറക്കോട്ട് വിശേഷാൽ പൂജകൾക്ക് ശേഷം തിരുവാണിക്കാവ് മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ പാരായണവും കിള്ളിമംഗലം പ്രിയേഷ് സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും നടന്നു. തുടർന്ന് കാവ് പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ആദ്യപടിയെന്നോണം നോട്ടീസ് പ്രകാശനവും പുനർനിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കാവിൻ്റെ മാതൃകയും പ്രകാശനവും കാവിൻ്റെ ആചാര്യൻ ബാലകൃഷ്ണ പൈ, നോട്ടീസ് പാലിയം ദേവസ്വം ട്രസ്റ്റികളായ വരദ, വൃന്ദ എന്നിവർ കാവിൻ്റെ 3D മാതൃകയും പ്രകാശനം നിർവഹിച്ചു. കാവ് പ്രസിഡന്റ് അജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇരിനിലങ്കോട് മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി. മുള്ളൂർക്കര സേതു പണിക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാവ് വൈസ് പ്രസിഡന്റ് P രതീഷ്, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ശങ്കർ, കൺവീനർ മനോരമ രാജൻ എന്നിവർ സംസാരിച്ചു. കാവ് സെക്രട്ടറി K രവി സ്വാഗതവും ട്രഷറർ KE അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനി മാറ്റിൽ നോക്കാം. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്ന് വിശേഷിക്കപ്പെടുന്നതാണ് മാധ്യമങ്ങൾ. എന്നാൽ സമീപകാലത്ത് മാധ്യമങ്ങൾ തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെന്ന ആക്ഷേപം വ്യാപകമാണ്. മാധ്യമങ്ങൾ പ്രവർത്തന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾക്കുള്ള പ്രാധാന്യത്തെ ആരും കുറച്ച് കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാധ്യമങ്ങളേറെ പ്രധാനപ്പെട്ടവയും മാധ്യമങ്ങൾക്കേറെ ദൗത്യം നിർവഹിക്കാനുമുള്ള ഒരു സമൂഹവും വ്യവസ്ഥയും തന്നെയാണ് നമ്മുടേത്. പക്ഷേ കുറച്ചു കാലമായി മാധ്യമങ്ങൾ അവരുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടും വിധമുള്ള ഒട്ടേറെ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഈ ആധുനിക മാധ്യമ പ്രവർത്തകരായ ചിലരുടെ രീതികളും പ്രസിദ്ധരായ മുൻകാല മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുമെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ മാധ്യമ ധർമ്മത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് പോലും നിരക്കാത്ത വിധം ചില മാധ്യമ സ്ഥാപനങ്ങളും ചില മാധ്യമ പ്രവർത്തകരും പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധ്യമാണ് എന്നെ സംബന്ധിച്ച് ഉള്ളത്. മാധ്യമങ്ങൾ നിർവഹിക്കുന്ന
ദൗത്യം അതിപ്രധാനമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ വിജയം നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനവും ഭരണ മേഖലയിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കലും അവരെ നേരായ വഴിയിൽ നയിക്കലുമാണ് മാധ്യമധർമ്മം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പക്ഷപാതപരമായ വാർത്തകളും മീഡിയ രംഗങ്ങളും ആണ് അധികം കണ്ടുവരുന്നത്. കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ മാധ്യമധർമ്മം പണയം വയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്ദേ ഭാരത് ഉദ്ഘാടനയോട്ടത്തിലെ ഗണഗീത വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുട്ടികൾ ചൊല്ലിയത് തീവ്രവാദ ഗാനമല്ല, ഗണഗീതം ആലപിച്ചത് ആഘോഷത്തിൻ്റെ ഭാഗമായി. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ എത്തിക്കണമെങ്കിൽ റെയിൽപാത ഇരട്ടിപ്പിക്കാൻ വേഗത്തിൽ ആക്കണമെന്നും സുരേഷ് ഗോപി. റെയിൽവേ RSSന്റെ തറവാട്ട് വകയിലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. RSS തീവ്രവാദ സംഘടന തന്നെയെന്നും മന്ത്രി. അട്ടപ്പാടിയിൽ വീടിൻ്റെ ചുമരിടിഞ്ഞ് കുട്ടികൾ മരിച്ച ദൗർഭാഗ്യകരമായ സംഭവം സർക്കാർ വീഴ്ച തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലുള്ളത് പുറമേനി നടിക്കുന്ന സർക്കാർ. അതിദാരിദ്ര്യമുക്ത കേരളത്തിലെ മന്ത്രിമാർ അട്ടപ്പാടി സന്ദർശിക്കണമെന്നും വി ഡി സതീശൻ. ആരോഗ്യ കേരളം വെണ്ടേറ്റില്ലെന്നും പ്രതിപക്ഷ നേതാവ്. പാലക്കാട് ചിറ്റൂർ റോഡിൽ കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം 3 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അപകടത്തിൽ പരിക്കേറ്റവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. അപകടം ദുഃഖകരമെന്നും മന്ത്രി. ചിറ്റൂർ റോഡിൽ കാർ പാടത്തേക്ക് മറിഞ്ഞ് 3 യുവാക്കൾ മരിച്ചത് കഴിഞ്ഞ രാത്രി 11 മണിക്ക്. വടക്കാഞ്ചേരി ചേലക്കര മേഖലകളിൽ കാട്ടാനകളുടെ വിളയാട്ടം. ഇരു പ്രദേശങ്ങളിൽ ഒരേ സമയം കാട്ടാനകൾ ഇറങ്ങിയതോടെ വനം വകുപ്പിൻ്റെ ദ്രുതകർമ്മസേന വലഞ്ഞു. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം സജീവം. ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കടത്താൻ ഉപയോഗിച്ച മിനി ലോറി പിടിച്ചെടുത്ത് ചെറുതുരുത്തി പോലീസ്. വാഹനം പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെട്ടു. ഷൊർണൂർ കവളപ്പാറ ആറാണി ഐക്കോൺസ് പാതയിലെ കാരക്കാട് തോട്ടുപാലം തകർച്ചാ ഭീഷണി എന്ന പരാതി. പാലത്തിന് മുകളിൽ രൂപപ്പെട്ട ഗർത്തം സുഗമമായ വാഹനഗതാഗതത്തിന് തടസ്സമായി. അപകടമുണ്ടാകും മുമ്പ് അധികാരികൾ സത്വര നടപടി സ്വീകരിക്കണമെന്ന് BJP. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.